Hi friends, welcome back to Recipe Malabaricus. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റിയായ ടൂട്ടി ഫ്രൂട്ടി കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന്. അപ്പം ഇത് നമുക്ക് കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് അരിച്ചെടുക്കണം. അപ്പം മൈദയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഒരു കപ്പ് മൈദക്ക് ഞാൻ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഫ്രഷ് ആയിട്ടുള്ളതിനെ എടുക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം ഞാൻ അരിച്ചിട്ടുണ്ട് ഈ ഒരു മൈദ മിക്സ്. അപ്പം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. മുട്ടയെല്ലാം എടുക്കുന്നത് റൂം ടെമ്പറേച്ചർ തന്നെ ഉള്ളത് എടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു മുട്ട ഞാൻ അടിച്ചെടുക്കാൻ പോകുന്നത് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടും ഈ ഒരു കേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എൻ്റെ മുന്നേയുള്ള വീഡിയോസിലെല്ലാം ഈ ഒരു മിക്സി ഉപയോഗിച്ചിട്ട് ഉള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ മറക്കരുത്. അപ്പം മുട്ട നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം മധുരം അധികം വേണമെങ്കിൽ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ കൂടുതൽ മധുരമാകുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാകും. അപ്പം ഞാനൊരു കപ്പ് ചേർക്കുന്നുള്ളൂ. ഒരു മധുരം കറക്റ്റായിരുന്നു. അപ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കണം എന്ന് മാത്രം. അപ്പം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അഴിച്ചു വെച്ച മൈദ ബേക്കിംഗ് പൗഡർ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ബീറ്റ് ആകാണ്ടിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ മതി. നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ കേക്ക് അധികം ഫ്ലഫി ആവില്ല, കറക്റ്റായിട്ട് വരില്ല. അപ്പം കുറച്ചായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മൈദ മിക്സ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈദ മിക്സ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മുഴുവനായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ കൂടുതൽ കട്ടിയായി പോവുകയും ചെയ്യും. നമ്മളെ കേക്ക് പെർഫെക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാല് ഒഴിച്ചിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു മിക്സ് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് പാലൊഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. അതും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആ ഒരു പാലൊഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ബാറ്റർ ഓവറായിട്ട് മിക്സ് ചെയ്താൽ പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല കേക്ക്. അപ്പം ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പേര് പറഞ്ഞ പോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കാനൊന്നും ശ്രദ്ധിക്കണം. ടൂട്ടി ഫ്രൂട്ടി ഞാൻ പപ്പായ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ആ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം ഇത് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കേക്ക് ബാറ്ററിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇത് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൈദ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് കേക്ക് മിക്സ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് മിക്സ് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കേക്ക് മോൾഡിലേക്ക് മാറ്റാം. അതിനു മുമ്പ് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോൾഡിൻ്റെ മേലേക്ക്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്പോഴേ എയർ ബബിൾസ് എല്ലാം നന്നായിട്ട് പോവുള്ളൂ. അപ്പം ഒരു 4-5 തവണ തന്നെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്ത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കേക്ക് ബാറ്ററിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കളർഫുള്ളായിരിക്കും കാണാനും. അപ്പോൾ കുട്ടികളെല്ലാം കൂടുതലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കേക്ക് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ല. അപ്പം നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കണം. കേക്ക് ഒന്ന് സെറ്റായി നോക്കാൻ വേണ്ടിയിട്ട്. ശേഷം ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഈ കേക്കിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് മോൾഡിൻ്റെ അകത്ത് നിന്ന് ഒന്ന് മാറ്റാം. കേക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഈ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഈ ഒരു നമ്മളെ കേക്ക് ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റുകയും ചെയ്യാം. അപ്പോൾ കേക്ക് ഒരുപാട് നമ്മൾ കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയെല്ലാം ഫ്രഷായിട്ട് തന്നെ ഉള്ളതൊന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് ഇൻഗ്രീഡിയൻസ് ഇപ്പം മുട്ടയായാലും പാലായാലും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളത് എടുക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.